മലയോര ജനതയുടെ പ്രശ്നം അത് വേറെ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്നത് വളരെ സങ്കടകരമായ അവസ്ഥ കുടുംബത്തിലുള്ളവരാണ്. വന്യ മൃഗങ്ങളുടെ ആക്രമണത്തിലും അതുപോലെ തന്നെ കടിച്ചു കീറി കൊന്നവരുമൊക്കെ ഇന്ന് കേരളത്തിൽ അവരുടെ അതുപോലെയുള്ള 2 കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അവരെ മുമ്പിലാണ് നമ്മൾ മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഐക്യജനാധിപത്യ മുന്നണി അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ജാഥ നടത്തുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഞങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങൾ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും എന്ന് മലയോര ജനതയ്ക്ക്, ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വെറുതെ ഒരു വിഷയവും ഞങ്ങൾ പറയാറില്ല. കേരളത്തിലെ ജനങ്ങളുടെ ബേണിംഗ് ഇഷ്യൂസാണ്. ഇപ്പോൾ അവിടെ പാലക്കാട്ട് ഒരു ബ്രൂവറിയുടെ കാര്യം പറയുന്നു. കരയാണ് അവിടുത്തെ ജനങ്ങൾ. കുടിവെള്ളം കിട്ടാതെ കൊക്കക്കോല, ഞാൻ വ്യവസായ മന്ത്രിയായിരുന്നു, എനിക്കറിയാം. ഞാൻ പോലും ആ പ്രക്ഷോഭത്തെ അനുകൂലിച്ചതാണ്. കാരണം കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ വലയുന്ന ഒരു തുള്ളി വെള്ളമില്ല. അവിടെയാണ് ഒരു ഡിസ്റ്റിലറി, ലക്ഷക്കണക്കിന് വെള്ളം എടുക്കുന്ന ഡിസ്റ്റിലറി. അത് ജനങ്ങളുടെ പ്രശ്നമാണ്. അതുപോലെ ഒരു ബേണിംഗ് ഇഷ്യൂ ആണ് മലയോര മേഖലയിൽ. ഈ ജനങ്ങളുടെ കരയാണ്, കഷ്ടപ്പെടുകയാണ്, പേടിച്ചരണ്ട് നിലവിളിക്കുകയാണ്, രാത്രി കിടന്നിട്ട് ഉറക്കമില്ല. അങ്ങനെ ഒരു വിഷയത്തിലാണ് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞ ഒരൊറ്റ ഇരുത്തം ഒരു ഗവൺമെൻറ്. നിസ്സംഗഭാവം. നിങ്ങൾ എന്തായാലും എന്താ, ഏത് പുലി വന്ന് ആളെ തിന്നാലും വേണ്ടില്ല, ഏതാന വന്ന് ആരെ ചവിട്ടിക്കൊന്നാലും വേണ്ടില്ല. നിങ്ങൾ പറഞ്ഞോ, പറയാനുള്ളതൊക്കെ പറഞ്ഞോ. അസംബ്ലിയിലാണ് നിങ്ങൾ പറഞ്ഞോ, നാട്ടിലാണ് നിങ്ങൾ പറഞ്ഞോ. ഞങ്ങൾക്ക് ഇത്രേ പറ്റുള്ളൂ, ഇതിലപ്പുറം ചെയ്യാൻ ഞങ്ങളെ കൊണ്ടാവൂല, ഞങ്ങൾ പണി നോക്കിക്കോ എന്നാണ് ഭരിക്കുന്ന ഗവൺമെൻറ് ഞങ്ങളോട് പറയുന്നത്, നിങ്ങളോട് പറയുന്നത്, ഈ കുടുംബത്തോട് പറയുന്നത്, ഈ നാട്ടുകാരോട്, മലയോര മേഖലയിലെ ജനങ്ങളോട് പറയുന്നത്. അതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ: നിങ്ങളെ കൊണ്ട് ആ പണിക്കാവൂലെങ്കിൽ നിങ്ങളതൊന്ന് നിർത്തി ഇറങ്ങിയാൽ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള ഒരൊറ്റ ഉത്തരവ്. കാരണം 10 കൊല്ലം മുമ്പ് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്നു. അന്ന് ഈ മലയോര മേഖലയിലെ പ്രശ്നത്ര ഉണ്ടായിട്ടില്ല. ഇല്ലായിരുന്നത് എന്താ? അന്ന് ഇൻസ്റ്റൻ്റായിട്ട് അന്ന് വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് അപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആയാലും ആരായാലും അതിന് പരിഹാരമുണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നു. അന്ന് ഫോറസ്റ്റ് സേന കർമ്മനിരതരായിരുന്നു. അവർ യുദ്ധകാല അടിസ്ഥാനത്തിൽ ആക്ട് ചെയ്തിരുന്നു. ഈ കൂട്ടക്കരച്ചിൽ ഇത്ര അന്ന് കേട്ടിട്ടില്ലല്ലോ. 10 കൊല്ലം നിങ്ങൾ ഭരിച്ചപ്പോൾ വല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഈ വിഷയം പോയി. മലയോര മേഖലയിൽ നിന്ന് കൃഷിക്കാരുടെ, താമസക്കാരുടെ മുഴുവൻ ദീനരോധനാണെന്ന് കേൾക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾ ചോദിക്കും, ഐക്യജനാധിപത്യ മുന്നണി വന്നാൽ ഇതിന് വല്ല പരിഹാരമുണ്ടോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ വിഷയത്തിന് ഇൻസ്റ്റൻ്റായിട്ട് പരിഹാരം കാണാനുള്ള വ്യക്തമായ പദ്ധതി UDF അവതരിപ്പിക്കും, അത് നടപ്പിലാക്കുകയും ചെയ്യും. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ ഈ അഭിനവ യുഗത്തിൽ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി മനുഷ്യനെ കൊല്ലുന്നുണ്ടോ? നമുക്കൊരു പ്രാകൃത യുഗം ഉണ്ടായിരുന്നു. കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങി, അന്ന് നാട് മുഴുവൻ കാടായിരുന്നു. മനുഷ്യനെ പിടിച്ച് തിന്നിരുന്ന പുലി ഇറങ്ങി അതിനെക്കുറിച്ച് ഭയന്ന് വിഹ്വലരായി മനുഷ്യൻ ജീവിച്ചിരുന്ന പ്രാകൃത യുഗം ഉണ്ടായിരുന്നു. ആ പ്രാകൃത യുഗത്തിലേക്ക് ഇന്ന് ലോകത്ത് പോയ ഒരു രാജ്യം, ഒരു സ്റ്റേറ്റായി കേരളം മാറിയിരിക്കുകയാണ്. ലോകത്തെവിടെ ഇങ്ങനെയില്ല, ലോകത്തെവിടെയില്ല. ഒരു പക്ഷേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇല്ല. അവിടെയൊക്കെ ഫോറസ്റ്റ് സേന കുറച്ചും കൂടി കർമ്മനിരതരാണ്. അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കും. ഇതിനു വേണ്ടിയുള്ള വേലി കെട്ടാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ട്. ഇവിടെ PK ബഷീർ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ആന വന്ന് കുഴിച്ചാടി അടിയന്തര പ്രമേയം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആന കണ്ടു കിടക്കുകയാണ്. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞ് എത്രയോ കാലമായി അവിടെ ഒരു കമ്പി വേലി, ഇലക്ട്രിക് വേലി കെട്ടാത്ത പ്രശ്നമാണ് അവിടെ ഉള്ളത്. ഒന്നിനു വരെയിൽ പണമില്ല.
പണം ഉണ്ടാക്കാനും അറിയില്ല, പണം ചെലവഴിക്കാനും അറിയില്ല, നിന്ന് തിരിയാനേ അറിയുള്ളൂ. ഈ ഭരണം ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് ജനങ്ങളുടെ ഒരു ദീനരോധനായി ഇന്ന് മാറി. കൃഷിക്കാരുടെ, നാട്ടുകാരുടെ, അതുപോലെ തന്നെ വനമേഖലയിലെ ജനങ്ങളുടെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ പിന്തുണ UDF വേണം. മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നത്തിന് ഞങ്ങൾ പരിഹാരമുണ്ടാക്കി കൊടുക്കാം എന്ന വാക്കാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ജാഥയിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ വ്യക്തമായ പരിപാടി ഉണ്ടാക്കും, യാതൊരു സംശയം വേണ്ട. ഞാൻ ഓരോ മേഖലയിലും ഉള്ള പ്രശ്നങ്ങൾ പറയുന്നില്ല, പ്രതിപക്ഷ നേതാവിടെ സംസാരിക്കാനുണ്ട്. ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ തന്നെയാണ്. കെടുകാര്യസ്ഥത, പണം ഉണ്ടാക്കാനും അറിയില്ല, ചെലവഴിക്കാനും അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഒന്നും നടക്കാതിരിക്കുക. പിന്നെ എന്തിനാ ഗവൺമെൻറ്? അപ്പോൾ അനുദിനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ പോലീസിങ് നമ്മൾ കാണുന്നുണ്ടല്ലോ. ക്രൂരമായ കൊലപാതകങ്ങൾ ലൈവ് TV തുറന്നു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിൽ തന്നെയാണോ? പണ്ടൊക്കെ അധോലേഖ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്നു, ബോംബെയിലും മറ്റുമൊക്കെ, പല സ്ഥലങ്ങളിലൊക്കെ. ഇന്ന് അവിടെയൊക്കെ പരിഷ്കൃത യുഗം പറന്നു കഴിഞ്ഞു. പക്ഷേ കേരളം മദ്യമയക്ക് മരുന്ന്, അതുപോലെ തന്നെ വെട്ടിക്കൊലയുടെ, മൃഗങ്ങളിറങ്ങി കൊലയുടെ, കൊലപാതകങ്ങളുടെ, വിചിത്രമായ കൊലപാതകങ്ങളുടെ, ഇന്നലെ കണ്ടില്ല ഇരട്ടക്കൊല, വിചിത്രമായ കൊലപാതകങ്ങളുടെ ഒക്കെ നാടായി മാറി. 10 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം തീരുമ്പോൾ ഈ നാട് അങ്ങനെ ഒരു പ്രാകൃത യുഗത്തിലേക്ക് തന്നെ പോയി കഴിഞ്ഞ സ്ഥിതിയാണ്. നാട്ടിലൊക്കെ പുലി, നാട്ടിലൊക്കെ മൃഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, മലയോര ജനത, അതുപോലെ തന്നെ നാട്ടിലെ പാവപ്പെട്ടവർ, നാട്ടിലെ സഹായം അർഹിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ എല്ലാവരും ആൾട്ടർനേറ്റീവ് മറ്റൊരു മാർഗം തേടേണ്ടിയിരിക്കുന്നു. ഒരു സംശയമില്ല, ഐക്യ ജനാധിപത്യ മുന്നണി തന്നെയാണത്. അതുകൊണ്ട് ബേണിംഗ് ഇഷ്യൂസൊക്കെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് അതിനുള്ള നിർദ്ദേശവുമായി വ്യക്തമായ അജണ്ട തന്നെയാണ് പ്രതിപക്ഷത്തിനുള്ളത്. അത് മലയോര ജനതയെ ബോധ്യപ്പെടുത്താനും അവരുടെ പിന്തുണ നേടാനും വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ജാഥ.